ആനിമൽ പ്രസൻസ് ഒക്കെ ഉള്ള നല്ലൊരു ടൈഗർ റിസർവിന്റെ മെയിൻ ഒരു ഏരിയയിലാണ് ഈ ബംഗ്ലാവ് ഇരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കരടിയെ കണ്ടു. അതുകൊണ്ടല്ലേ ഒരു വലിയ കൂട്ടം കാട്ടുപോത്തുകൾ നിന്ന് മേയുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഈ മഴ നനഞ്ഞ് മഞ്ഞ് വീണ് കിടക്കുന്ന കാട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ എന്നാ രസമെന്നറിയാമോ? പ്രതീക്ഷിതമായിട്ടൊരു മഴ. നമുക്ക് 8 പേരെ തട്ടിയ ആനയെ കോടമഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന പറമ്പിക്കുളം. ഈ ആന കെട്ടിയിട്ടെൻ്റെ കലിപ്പ് കാട്ടുപന്നിയോട് തീർക്കുന്നുണ്ടോ? നല്ല തണുപ്പുണ്ട് കേട്ടോ. 1933 മരിച്ചു ഇവിടെ അടക്കിയേക്കുന്നത്. പുറത്തിറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നേ. ഇതുണ്ടോ കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെ കിടക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ മുതൽ പുള്ളി റെസ്റ്റ്ലെസ് ആണ്. ചങ്ങല പൊട്ടിക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. പക്ഷൊക്കെ ആയ ശേഷം അധികം താമസമില്ലാതെ തന്നെ നമ്മൾ നേരെ വിട്ടു പോവാ കേട്ടോ. എനിക്ക് ഫെൻസിങ് തുറന്നിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തേ. ഇത് സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്ന് പറയുന്നത്. എനിക്ക് മഴ അങ്ങ് മാറിയപ്പോഴത്തേക്കും ചെറുതായിട്ട് കോട കയറിയ ഒരെണ്ണം തള്ളയും ഒരെണ്ണം കുഞ്ഞുമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ആനമലൈ ടൈഗർ റിസർവിനുള്ളിലാണ് കേട്ടോ. കാടിനകത്ത് ശരിക്കും എന്നാ പറയണ്ട, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഒരു സ്റ്റേയിൽ താമസിക്കുന്നതാണ്. നമ്മൾ മുന്നേ ഒരു 2-3 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്, മൗണ്ട് സ്റ്റുവർട്ട് ബംഗ്ലാവ്. അപ്പോൾ അതിനകത്ത് പോയി കാടിന് നടുക്ക് താമസിക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തത്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിക്കുളം പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ്. അവിടെ സേത്തുമട ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കാടിനകത്തോട്ട് കയറണം. അങ്ങനെ അവിടുന്ന് ടോപ്പ് സ്ലിപ്പിൽ ചെന്നിട്ട് പിന്നെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ഒരു 2-3 കിലോമീറ്ററും കൂടെ കാടിനകത്തൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റേയിലെത്തുന്നത്. പോകുന്ന വഴിയിൽ കുറച്ച് മലയണ്ണാനും മാനും കുരങ്ങും അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെയാണ് നമുക്ക് സൈറ്റിങ്സ് കിട്ടിയത്. ഇത്തിരി ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഇവിടെ ആനയും കാട്ടുപോത്തിനെയൊക്കെ കിട്ടാറുള്ളതാണ്. നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ എത്തിയിട്ട് അവിടെ റോഡ് സൈഡിൽ തന്നെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് ഡീറ്റെയിൽസും മറ്റുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും. പിന്നെ അവിടുന്ന് ഒരു ഏകദേശം 3 കിലോമീറ്ററും കൂടെ കാടിനകത്തോട്ട് കയറി പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റേയിലെത്തുന്നത്. ഈ വഴിയിൽ വേറെ ആൾക്കാരോ അല്ലെങ്കിൽ ബഹളമൊന്നുമില്ല. ഇത് നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നേരെ സ്റ്റുവർട്ട് ബംഗ്ലാവിലെത്തി ചെക്ക് ഇൻ ചെയ്യുവാണ്. നട്ടുച്ച സമയമാണ്. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ സഫാരി പോകാൻ വേണ്ടി പോകും ടോപ്പ് സ്ലിപ്പിൽ നിന്നുള്ളത്. കേട്ടോ നമ്മുടെ റൂം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നോർമൽ റൂം തന്നെ ബംഗ്ലാവിനകത്ത്. 2 റൂമാണ് കേട്ടോ അതിനകത്തുള്ളത്. അതിലൊരു റൂമാണിത്. ഒരെണ്ണം എന്തേ നേരെ അവിടെ നേരെ അപ്പർ സൈഡിൽ. നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരൊറ്റ സിംഗിൾ ബുക്കിംഗ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരത് സ്പ്ലിറ്റ് ചെയ്ത് 2ഉം സെപ്പറേറ്റ് ബുക്കിംഗ് ആണ്. നമുക്കിതിന് ചുറ്റും ഫെൻസിങ് കൊടുത്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു 2-3 വർഷം മുന്നേ വന്നപ്പോഴത്തേക്കും ഈ ഗേറ്റിൻ്റെ അവിടെ ഫെൻസിങ്ങിൽ വന്നിട്ട് കരടി ഇങ്ങനെ തൊട്ടിട്ട് പോയിട്ട് ഷോക്ക് അടിച്ചിട്ട് ഓടിപ്പോകുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവർ കാണിച്ചത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പം കരടിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്, മൗണ്ട് സ്റ്റുവർട്ട് ബംഗ്ലാവ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ATR പൊള്ളാച്ചി, നമ്മുടെ ടോപ്പ് സ്ലിപ്പിൽ തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവിനുള്ളിലുള്ളൊരു ബംഗ്ലാവാണ്. 1886 അന്നേരം ഉണ്ടാക്കിയതായത്. എനിക്ക് ഹ്യൂഗോ വുഡിൻ്റെ കല്ലറയാണ്, ശവകുടീരം. അതിനകത്ത് ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷ് അല്ലെന്ന് തോന്നുന്നു, അതോ വേറെ ഏതെങ്കിലും ഭാഷയാണെന്നും അറിയത്തില്ല. എനിക്ക് 1870 ജനിച്ചിട്ട് 1933 മരിച്ച് ഇവിടെ അടക്കിയേക്കുന്നത്. അതായത് എത്ര വർഷം പഴക്കമുണ്ട്? ഏകദേശം 100-നടുത്ത് വർഷം പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ ബംഗ്ലാവ് ഇരിക്കുന്ന ആ മുകളിലാണ്. താഴെ എതിരെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ഹ്യൂഗോ വുഡാണ് ഇവിടെ ഈ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും അതുപോലെ ഈ ബിൽഡിങ്ങും ഒക്കെ പണിത് കേട്ടോ. നോക്കി നട്ടുച്ച വെയിലാണ്, എന്നാലും എന്നാ രസമെന്ന് നോക്കി നമ്മുടെ ബംഗ്ലാവ് ഇരിക്കുന്നത്. നമ്മളിവിടെ ഹ്യൂഗോ വുഡിൻ്റെ കല്ലറയൊക്കെ കണ്ടിട്ട് ഇവിടെ കയറി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് നല്ല വീണ്ടും ടോപ്പ് സ്ലിപ്പിലൂടെ തന്നെ പോകാം. അവിടെ ചെന്നിട്ട് വൈകിട്ടത്തെ സഫാരി ഒരു ജീപ്പ് തന്നെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മൊത്തം ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയില്ല, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കൂടെ പോകേണ്ടി വരും. നമ്മളിത് അങ്ങനെ മൗണ്ട് സ്റ്റുവർട്ട് ബംഗ്ലാവിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. റൂമിലൊക്കെ കയറി വന്ന് ഫ്രഷൊക്കെ ആയ ശേഷം അധികം താമസമില്ലാതെ തന്നെ നമ്മൾ നേരെ വിട്ടു പോവുക കേട്ടോ. എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ടോപ്പ് സ്ലിപ്പിൽ ചെന്നിട്ട് അവിടുന്ന് വീണ്ടും നമുക്ക് സഫാരി ഉണ്ട്. ഇത് ഇവിടെ ആനിമൽ പ്രസൻസ് ഒക്കെ ഉള്ള നല്ലൊരു ടൈഗർ റിസർവിൻ്റെ മെയിൻ ഒരു ഏരിയയിലാണ് ഈ ബംഗ്ലാവ് ഇരിക്കുന്നത്. ഇതാണല്ലേ പോകുന്ന വഴി സൈഡിൽ തന്നെ ഇരിക്കുന്നതാണ് ഒരു വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ. ഈ വഴിയിലൊക്കെ ഇഷ്ടം പോലെ പൊന്മാനുകളെ കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് വന്നിട്ട് ടോപ്പ് സ്ലിപ്പിലെത്തിയേ. ഇനി ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല സഫാരി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തേക്കാണ്. ഉണ്ടോ ആ കിടക്കുന്ന ജീപ്പിലാണ് നമ്മൾ സഫാരി പോകുന്നത്. ഇത് ടോപ്പ് സ്ലിപ്പിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ സെൻറ്റർ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു പുൽമേടാണ്. ഇവിടെ എപ്പോൾ വന്നാലും മിക്കവാറും മാനുകളുണ്ടാവും, ചിലപ്പോൾ കാട്ടുപന്നികളും മയിലുകളും ഒക്കെ ആയിട്ട്. ഇവിടെ എപ്പോഴും ഒരു ആനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു 2-3 വർഷം മുന്നേ ഇവിടെ വെച്ച് പുള്ളിപ്പുലി വരെ കിട്ടിയിട്ടുണ്ട്. രാത്രിയിൽ ഇവിടെ പുള്ളിപ്പുലിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നേ.
ഇവിടെ ഇതുപോലെ ആനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നത്. ഒരു 4-4:30 കൂടിയൊക്കെയാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തേ. ഇവിടുത്തെ സഫാരി പറ്റി പറയുകയാണെങ്കിൽ അതുകൊണ്ടില്ലേ, ഈ വണ്ടി ഈ ക്യാമ്പറാണ്. ഇവിടെ സ്റ്റേയിൽ താമസിക്കുന്നവർക്കാണ് പൊതുവേ ഈ ക്യാമ്പർ എടുത്ത് പോകാൻ പറ്റുന്നത്. അല്ലാതെ ബുക്ക് ചെയ്യാം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റേയിലുള്ള ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി ഒറ്റയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ വേറെയും ബുക്കിംഗ് സ്റ്റേകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വേറൊരു സ്റ്റേയിൽ താമസിക്കുന്ന 2 പേരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് സഫാരിയിലെ. ഈ സഫാരിയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2-2.5 മണിക്കൂർ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴിക്കാമുത്തി എലഫൻറ്റ് ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് സഫാരി. മുൻപെയൊക്കെ സഫാരി ഈ അമ്പുള്ളിയിൽ ഇരിക്കുന്ന റൂട്ടിലൂടെ അങ്ങോട്ട് കയറി അതേ റൂട്ടിൽ തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് കേട്ടോ എലഫൻറ്റ് ക്യാമ്പ് വരെ പോയിട്ട്. പക്ഷേ ഇത്തവണ നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ റൂട്ട് വഴി കയറി അമ്പുള്ളിയിൽ വഴി തിരിച്ചിറങ്ങാനുള്ളൊരു പ്ലാനിലാണ് അവരുള്ളത്. കാരണം സഫാരിയുടെ റൂട്ട് പെർമനൻ്റ്ലി മാറ്റിയതാണോ അതോ തൽക്കാലത്തേക്കുള്ള അറേഞ്ച്മെൻ്റ് ആണോ എന്നറിയില്ല. ഈ സഫാരി നമ്മുടെ സ്റ്റേയുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ഒന്നുമല്ല, വേണ്ടവർക്ക് എക്സ്ട്രാ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സഫാരിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്റ്റേയിലുള്ളവർക്ക് പ്രയോറിറ്റി കിട്ടുമെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഫുൾ വണ്ടി നമ്മൾ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, ആളില്ലെങ്കിൽ മാത്രം. അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2400 രൂപയോളം മറ്റാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അതേസമയം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരു 8 പേര് വരെയൊക്കെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആൾക്കാർ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ചാർജേ വരത്തുള്ളൂ. ഈ സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ അകത്തൂടെ കയറിയിട്ട് നേരെ ഈ കാട്ടിനകത്ത് കോഴിക്കാമുത്തിയിലോട്ട് വരുന്ന ഈ പുതിയ റൂട്ട് നല്ല രസമുള്ളൊരു വഴി തന്നെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പൊതുവേ നമ്മുടെ ഈ കോഴിക്കാമുത്തി എലഫൻറ്റ് ക്യാമ്പ് വരെ പോകുന്ന സഫാരിയിൽ അത്യാവശ്യം നല്ല സൈറ്റിങ്സ് കിട്ടാറുള്ളതാണ്. കരടിയോ ആനയോ കാട്ടുപോത്തുകളോ മാനുകളോ ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ സൈറ്റിങ്സിൻ്റെ കാര്യം അറിയാമല്ലോ, അതൊക്കെ ഒരു ലക്കാണ്. കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. ഇതുണ്ട് നമ്മൾ ആനക്കുട്ടിലെത്തിയേ. ഇത് കുറേ എണ്ണം കെട്ടിയിട്ടേക്കുന്ന ആനകളെ കാണുന്നത് നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ പോലും ഇവിടെ ഈ ഒരു സഫാരിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടെ വന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഈ ആന കെട്ടിയിട്ടതിൻ്റെ കലിപ്പ് കാട്ടുപന്നിയോട് തീർക്കുന്നുണ്ടോ. ഇത് ഇച്ചിരി അധികം കലിപ്പിലുള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇത്തിരി അങ്ങോട്ട് മാറ്റിയാണ് കെട്ടിയേക്കുന്നത്. സാധാരണ ആനകളുടെ ഇടയ്ക്കല്ല കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെയും 2-3 ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര അലമ്പാണ് ഇവനെ. ഞങ്ങൾ വന്നപ്പോൾ മുതൽ പുള്ളി റെസ്റ്റ്ലെസ് ആണ്, ചങ്ങല പൊട്ടിക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. ണ്ടോ ഈ മിഡിൽ നിൽക്കുന്ന ആനയാണ് കേട്ടോ, അരസി രാജ. ഒരു 7-8 പേരെ തട്ടിയതാണ്. നമ്മൾ ഇന്നാൾ വന്നപ്പോഴും ഇവനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഒക്കെ പേരൊക്കെ മാറ്റി മുത്തു എന്നൊക്കെ ആക്കിയെന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ ഈ വൈറ്റ് കൊമ്പള്ള, ഇതേതവൻ 8 പേരെ തട്ടിയ ആനയെ. എന്ത് കഷ്ടമല്ലേ, കാട്ടിക്കൂടെ സ്വതന്ത്രമായിട്ട് വിഹരിക്കേണ്ട ഇവന്മാരെ പിടിച്ച് കെട്ടിയിട്ടേക്കുന്നത്. ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതുണ്ടോ ഈ ആനക്കോട്ടിലിരിക്കുന്ന സ്ഥലം നല്ല രസമാണേ. എനിക്ക് നല്ല മലയും അതുപോലെ മരങ്ങളും ഒക്കെ ആയിട്ട്. റെഡിയെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ സഹതാപം തോന്നും, അല്ലെങ്കിൽ പോയി അഴിച്ചുവിടാനൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ ഭയങ്കര നിസ്സഹായരാണ്. ഭയങ്കര കഷ്ടമുണ്ട് ഇതുങ്ങളെ എങ്ങനെ കിട്ടിയിട്ട് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ അങ്ങനെ പൊതുവേ കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ എലിഫൻറ്റ് ക്യാമ്പാണ് ഈ കോഴിക്കാമുത്തി. പക്ഷേ എന്നാലും സ്വാതന്ത്ര്യമില്ലായ്മ അതൊരു പ്രശ്നം തന്നെയാണല്ലോ. നോക്കി ഫീഡ് ചെയ്യുന്നത് കണ്ടോ. നമുക്കവിടെ അധികം സമയം ചിലവഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് തിരിച്ചു പോരുവാണേ. നേരെ സന്ധ്യയായപ്പോഴത്തേക്കും ആനിമൽസ് ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. ഇതൊരു മ്ലാവാണ്, കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട്. ശരിക്കും കുറച്ചധികം പ്രായമായതാണെന്ന് തോന്നുന്നത്. അതിനെ കണ്ടിട്ട് ആകെ വയ്യ. നമ്മൾ ഈ സഫാരി കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നത് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, അമ്പുള്ളിയിലൊക്കെ ഇരിക്കുന്ന റൂട്ടിലാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നിലാണ് അമ്പുള്ളിയെല്ലാം വരുന്നത്. അമ്പുള്ളിയിലും നമ്മുടെ ഈ സ്റ്റുവർട്ട് ബംഗ്ലാവൊക്കെ പോലെ നല്ലൊരു സ്റ്റേ ആണ്. ശരിക്കും പറഞ്ഞാൽ അനിമൽ സൈറ്റിങ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് സ്റ്റുവർട്ട് ബംഗ്ലാവിനെക്കാട്ടിലും കുറച്ചുകൂടെയും ബെറ്റർ അമ്പുള്ളിയിലുമാണ്. പക്ഷേ നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ ഒരു ആംബിയൻസ് അത് വരില്ല എന്ന് മാത്രം. ഇത് സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു, ലൈറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒരു വലിയ കൂട്ടം കാട്ടുപോത്തുകൾ നിന്ന് മേയുന്നത്. കാട്ടുപോത്തുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വൈൽഡ് ഗൗർ. തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ശരിക്കും ഇരുട്ടാവുകയെ. എനിക്ക് ഇരുട്ടത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കളിക്കുന്ന പുള്ളി. ഇത് നമ്മൾ സഫാരി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടായേ. നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോകണം. അത് ഇവിടെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട്
നല്ല തണുപ്പായിട്ടുണ്ട്. വൈകിട്ടായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. നേരെ സ്റ്റേയിലേക്ക് പോയേക്കാം. നമുക്ക് നമ്മൾ തിരിച്ച് ടോപ്പ് സ്ലിപ്പിൽ വന്നപ്പോഴത്തേക്കും ആ പുൽമൈതാനത്ത് ഇതുണ്ടോ കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെ കിടക്കുന്നത്. അതുപോലെ താഴ്ഭാഗത്തായിട്ട് കുറേ മാനുകളും ഉണ്ട്. നമ്മൾ സഫാരി കഴിഞ്ഞൊക്കെ വന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒന്നും വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളും അപ്പുറത്ത് റൂമിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. എനിക്ക് നല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള നിശബ്ദതയാണ് കാട്ടിലെ. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കണം. കാടിനകത്ത് അറിയാലോ, രാത്രിയാകുമ്പോൾ പിന്നെ പറയാൻ കൂടെ വേണ്ടല്ലോ. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴേ തൊട്ട് ഫ്രണ്ടിൽ കരടി ചാടിയേ. അവിടെ മാനുകളും മ്ലാവും കൊണ്ട് കുറേ നിൽപ്പുണ്ടേ ഫ്രണ്ടിൽ. തൊട്ട് ഫ്രണ്ടിൽ കരടി ചാടി കേട്ടോ. കരടി ചാടി ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ഓടി അപ്പുറത്തേക്ക് കയറിപ്പോയി. വലിയൊരു കരടി ജസ്റ്റ് മിസ്സായി. അതായത് ശരിക്കും കണ്ടു ഞങ്ങൾ, പക്ഷേ ക്യാമറ എടുത്തിട്ടേക്കും പോയി. ഇതേ നമ്മളങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റുവർട്ട് ബംഗ്ലാവിലെത്തി കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കരടിയെ കണ്ടു, പക്ഷേ ഭയങ്കര മിസ്സായിപ്പോയി കേട്ടോ. കാരണം കണ്ടതല്ല, എടുക്കാൻ പറ്റാതിരുന്നത്. ആദ്യം ഞങ്ങളൊന്ന് കണ്ടിരുന്നു, കരടിയാന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. അന്നേരത്തെ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്കും ഓടി മുകളിലോട്ട് കയറിപ്പോയി. സാരമല്ല, നമുക്ക് ഇനിയും കിട്ടുമായിരിക്കും, നോക്കാം. പുറത്തിറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്നേ. നല്ല കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൗണ്ടൊന്നും കേൾക്കാനില്ല. ഇനി നമുക്ക് എന്നാൽ പിന്നെ നമ്മുടെ ഡിന്നറും കഴിച്ചേക്കാം. ഇവിടെ ഇനിയിപ്പം വേറെ അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങാം. ഇടയ്ക്ക് വല്ലതൊക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കാം. നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് കൊടുത്തായിരുന്നേ. അതേ നല്ല ചൂട് ചിക്കൻ കറി, അത്യാവശ്യം നല്ല തണുപ്പാണ് പുറത്ത്, അതുകൊണ്ട് ചൂടായിട്ട് ചിക്കൻ കറിയും. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ചിക്കൻ പെപ്പർ ഫ്രൈ അല്ലേ. എന്നാൽ പിന്നെ കഴിച്ചേക്കാം. യെസ്, ഓക്കെ. കാടിനകത്തായതുകൊണ്ട് തന്നെ ഒട്ടും പൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്റ്റാർസൊക്കെ എന്നാ ക്ലിയറാന്ന് നോക്കി. ലൈറ്റ് ആകാശത്ത് ലൈറ്റ് കത്തിച്ച് വെച്ചാലേ കേട്ടോ, അത്രയ്ക്കും ക്ലിയറാണ്. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നല്ല മഞ്ഞ കേട്ടോ ചുറ്റും. നമ്മളതിന് കുറച്ചുകൂടെ മുന്നേ എഴുന്നേറ്റ് വന്ന് ഇവിടേക്കൊന്ന് ലൈറ്റ് അടിച്ച് നോക്കിയായിരുന്നു, ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഒന്നും കാണിച്ചു തരാനുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫുള്ള് കോട കയറി കിടക്കുകയാണ് കാട്ടിൽ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പറമ്പിക്കുളം വിടുകയാണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു സഫാരിയും കൂടി എടുക്കാനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ സൈറ്റിങ്സ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ നേരെ പറമ്പിക്കുളത്തേക്ക് വിടുകയാണ്. നല്ല തണുപ്പത്ത് ഓരോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവർ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കഴിച്ച പാടെ നമുക്ക് സ്ഥലം വിട്ടേക്കാം. നമുക്ക് എന്നാ രസം നോക്കി, ഫുള്ള് കാട്ടിൽ മഞ്ഞ് കയറി കിടക്കുന്നു. എനിക്ക് ഫെൻസിങ് തുറന്നിട്ടില്ല ഇതുവരെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ ഈ സ്റ്റുവർട്ട് ബംഗ്ലാവ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇവരുടെ ATR പൊള്ളാച്ചി എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. നേരത്തെ ഇത് 2 റൂമുള്ളത് ഒരൊറ്റ ബുക്കിംഗ് ആയിട്ടാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു 9,000 അറൗണ്ടാണ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ചാർജ് കൂട്ടി മീൻസ് ഒരു റൂം ഇൻഡിവിജ്വൽ ബുക്കിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം 2 റൂം സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. നമ്മൾ ഒരെണ്ണമാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ റൂമിൽ വേറെ ആളുണ്ടാവും. അപ്പോൾ അതിന് ഒരു 7,900 അത്രയും ആയിട്ടുണ്ട്. 3 പേർക്ക് താമസിക്കാം ഒരു റൂമിൽ. ഇത് ബുക്ക് ചെയ്യാനുള്ള ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ചെക്കൗട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞ ശേഷം ചെക്കൗട്ട് ചെയ്തിട്ട് പറമ്പിക്കുളത്തേക്ക് പോകണം. ബാക്കി അവിടുത്തെ കാഴ്ചകൾ. പുറത്തിപ്പോഴും നല്ല അടിപൊളി മഞ്ഞാണ്. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 7 മണി ആവുന്നുള്ളൂ കേട്ടോ. അത്രയും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയും പിന്നെ എന്നായിരുന്നു പൂരി ബാജി, അതുപോലെ നമ്മുടെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് മുന്നേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് സ്ഥലം വിട്ടേക്കാം സഫാരിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിലെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് 2 മണിയാണ്. അതുപോലെ തന്നെ ചെക്കൗട്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും ചെയ്യണേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സഫാരി കഴിഞ്ഞിട്ട് 10 മണിക്ക് മുന്നേ പറമ്പിക്കുളത്ത് പോയാൽ തിരിച്ചെത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമ്മൾ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ തലേദിവസമേ പറഞ്ഞവർ ശരിയാക്കി തന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ചെക്കൗട്ട് ചെയ്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ സ്റ്റുവർട്ട് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പറമ്പിക്കുളത്തെത്തി. ഇപ്പോഴും കോട മാറിയിട്ടില്ല കേട്ടോ, ഫുള്ള് കോടമഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന പറമ്പിക്കുളം. നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിലോട്ട് കയറുന്ന ഗേറ്റ് ഇതേ പറമ്പിക്കുളത്തിൻ്റെ കവാടം. ഇനി ഇവിടെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ, അപ്പോൾ ക്യാമറയ്ക്കും ഒക്കെ ഫീ അടയ്ക്കണം. നമ്മൾ പറമ്പിക്കുളത്ത് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കുവേ അപ്രതീക്ഷിതമായിട്ടൊരു മഴ. നമുക്ക് മഴയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പെട്ടെന്ന് തുടങ്ങിയതാണ് മഴ. ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ, അതിപ്പോൾ സഫാരിയോ അല്ലെങ്കിൽ സ്റ്റേയുടെ ഒക്കെ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി കാണിക്കണം. അതല്ലെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, സഫാരിയുടെ ഒക്കെ ആണെങ്കിൽ. അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ട്രക്കിംഗ് ആണെങ്കിലും സഫാരി ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ചെയ്യണം. ഇതേ നല്ല പെരുമഴ ഒരെണ്ണം കഴിഞ്ഞിട്ട് അങ്ങ് മാറിയിട്ടുണ്ടേ, ചെറുതായിട്ട് കുറഞ്ഞതേ ഉള്ളൂ, ചെറിയ ചാറ്റൽ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഏതായാലും ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് സഫാരിക്ക് പോകാനുള്ള നേരമായി. ഇതിനകത്തോട്ടാട്ടോ പോകുന്നത്. ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ മഴ നനഞ്ഞ് മഞ്ഞ് വീണ് കിടക്കുന്ന കാട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ എന്നാ രസമെന്നറിയാമോ? അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പോയാലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാവകാശം ഡ്രൈവ് ചെയ്ത് പോയി വരാം. നമ്മുടെ വണ്ടിയിൽ അങ്ങനെ വെറുതെ അങ്ങ് കാട്ടിലൂടെ കയറി തോന്നുന്നിടത്തൂടെ പോകാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. അപ്പോൾ ആ ഗൈഡ് പറയുന്നതനുസരിച്ച് ആ റൂട്ട് പ്രത്യേകമായിട്ട് ഒരു റൂട്ടുണ്ട്, നിശ്ചിത റൂട്ടുണ്ട്, അതിലേ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് പോകുന്ന വഴിയിൽ അനിമൽസിനെയൊക്കെ കണ്ടാൽ നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിക്കണമെന്ന് മാത്രം. ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ പറമ്പിക്കുളത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ടിമ്പർ നോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേ ഉണ്ടെന്ന്. നോക്കിയേ, ഈ ഒരു ഡാമിൻ്റെ സൈഡിലായിട്ട് നല്ല രസമില്ലേ, അടിപൊളി സ്റ്റേ കേട്ടോ. നമ്മളിവിടെ വേറെ ദിവസം വരുന്നുണ്ട് ഫാമിലിയായിട്ട്, അപ്പം വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്ക് നേരെ പോയേക്കാം. ഇതല്ലോ ഇവിടുത്തെ സഫാരി, പറമ്പിക്കുളത്തെ ബസ് സഫാരി പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. നമ്മൾ നേരെ പറമ്പിക്കുളത്തെ നമ്മുടെ ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് കന്നിമാര തേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പറമ്പിക്കുളം പോകുന്നു. പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് ഈ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെയാണ് കേട്ടോ സഫാരിയുടെ ഒരു പൊതുവെയുള്ള റൂട്ട്. അപ്പോൾ നമ്മൾ കന്നിമാര റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കന്നിമാര റൂട്ടിലുള്ള ഒരു വയലാണ്, ഒരു വിശാലമായിട്ടുള്ള വയൽ. ഇവിടെ ആനയും കാട്ടുപോത്തും മ്ലാവും ഒക്കെ ആയിട്ട് സ്ഥിരം സൈറ്റിങ്സ് കിട്ടാറുള്ളതാണ്. അപ്പോൾ ഈവൻ പകൽ വന്നാൽ പോലും ഈവനിങ് ഒക്കെ ആണെങ്കിലും മിക്കവാറും ഇവിടെ മ്ലാവുകളും കാട്ടുപോത്തുകളും ഉണ്ടാവാറുണ്ട് ഈ വയലിൽ. ഇത് നമ്മൾ കന്നിമരത്തേക്കിൻ്റെ അവിടെ എത്തി. നമ്മൾ എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതായതുകൊണ്ട് പിന്നെ ഇനിയും കാണിക്കുന്നില്ല. ഇത് തൊട്ട് പുറകെ കാണുന്ന കന്നിമരത്തേക്ക് അറിയാലോ. അപ്പോൾ ഇതിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് വീണ്ടും നമ്മൾ കന്നിമരത്തേക്ക് കാണാൻ വേണ്ടി വന്നതല്ല, വല്ല ആനിമൽസൊക്കെ ഉണ്ടോ നോക്കാൻ വന്നതായതുകൊണ്ട് വിട്ടു പോയേക്കാം. പറമ്പിക്കുളത്തിൻ്റെ ഭൂരിഭാഗം ഏരിയയിലും ഇതുപോലെ ടീക്ക് പ്ലാന്റേഷനാണ്, തേക്കും തോട്ടം. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഭംഗി ഈ ഒരു ഏരിയയിലൊക്കെ ഇത്തിരി കുറവാണ്. നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ ഈ തേക്ക് വരുമ്പോൾ ഒരു സുഖമില്ല. നോക്കി മഴ അങ്ങ് മാറിയപ്പോഴത്തേക്കും ചെറുതായിട്ട് കോട കയറിയ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞു. പകൽ 11 മണിക്കാണ് ഈ കോട. അപ്പോൾ നമ്മൾ കന്നിമരത്തേക്കിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പറമ്പിക്കുളം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറമ്പിക്കുളം ഡാമും ടൗണും ഒക്കെ ഉള്ള ഏരിയയിലോട്ട്. അപ്പോൾ ഈ വഴിയിൽ തേക്കും തോട്ടം അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലാൻഡ്സ്കേപ്പുമാണ്. മരത്തിൻ്റെ തൊലി കടിച്ചു. മലയണ്ണാൻ ഇങ്ങനെ മരത്തിലിരുന്ന് കായും തൊലിയും ഇലയൊക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നോട്ടില്ലേ 2 എണ്ണം ഒരുമിച്ച് ഒരെണ്ണോട്ടത്തിൽ മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴാണ് പിടികിട്ടിയത്. ഒരെണ്ണം തള്ളയും ഒരെണ്ണം കുഞ്ഞുമാണ്. റൈറ്റ് കൊമ്പലിരിക്കുന്ന കുഞ്ഞാല്ലേ? കുഞ്ഞാ. ഇതുണ്ടോ റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോ. ഒരു കുസൃതിക്കാരനാണ് ഇവൻ. കാരണം ബാക്കിയുള്ള പക്ഷികളെയൊക്കെ പല സ്ഥലത്തും നമ്മൾ ഇവന്മാർ ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടേ.
മഴ നനഞ്ഞിരിക്കുകയാണ് ആശാൻ. കാട്ടിലെ മിമിക്രിക്കാരനും കൂടിയാണ്, പല സൗണ്ടുകളും ഒക്കെ ഉണ്ടാക്കും പുള്ളി. ഇത് നമ്മൾ സഫാരിയുടെ ഇടയ്ക്ക് നമ്മുടെ പറമ്പിക്കുളം ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വന്നേക്കാണ്. ഇത് അങ്ങപ്പുറം കാണുന്ന ഐലൻഡാണ് വീട്ടിക്കുന്ന് ഐലൻഡ്. നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ് ഇപ്പോഴേ. ഡാം ക്ലോസ്ഡാണ്, അതുപോലെ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. ഇത് ഇവിടുന്ന് പറമ്പിക്കുളത്തെ റാഫ്റ്റിംഗ് പോകുന്ന റാഫ്റ്റുകളാണ്. ഇത് നമ്മുടെ കൂടെ ഇന്ന് ട്രിപ്പിലുള്ള 2 പേര്, എൻ്റെ 2 ഫ്രണ്ട്സാണ്. ഇതേ 2 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, പ്രവീണും അതുപോലെ നിർമ്മലും. ഇവർ മുന്നേ പല ട്രിപ്പുകളിൽ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് മുതലയെ നോക്കി നിൽക്കുകയാണ്. മുതല വല്ലതും ഉണ്ടോ? ഇവിടെ സാധാരണ മുതലകളെ കിട്ടാറുണ്ടല്ലോ ഈ ഡാമിൻ്റെ സൈഡിലായിട്ട്. നമ്മളങ്ങനെ പറമ്പിക്കുളത്തൊക്കെ പോയി തിരിച്ച് ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നേ. ഇനി നേരെ റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സഫാരി ഡാമോ അല്ലെങ്കിൽ ഇവിടുത്തെ സഫാരി എക്സ്പ്ലോർ ചെയ്യാനൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. നമുക്കൊരു കരിങ്കുരങ്ങ് ഇവിടെ ഗ്യാരണ്ടീഡാണ്. കരിങ്കുരങ്ങും മാനും മയിലും ആണ് ഇവിടുത്തെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാഴ്ച. ബാക്കിയൊക്കെ ലക്കാണ്. ഇതുണ്ടോ വേറൊരു ടൈപ്പ് കിങ് ഫിഷർ, ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ മുന്നേ കണ്ടതല്ല. ഇത് സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്ന് പറയുവേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർക്കിൻ്റെ ഒക്കെ പോലത്തെ വലിയ നീളമുള്ള കൊക്ക്, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്ന് പറയുന്നത്. നല്ല രസം ഏതായാലും കാണാൻ. അപ്പോൾ നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേകളും ട്രക്കിങ്ങും സഫാരിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ളത്. ഇങ്ങനെ കാട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്തത്. കേരളത്തിനകത്തും പുറത്തും ഈവൻ ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ, അതുപോലെ വാട്സപ്പ് ചാനൽ, നമ്മുടെ വെബ്സൈറ്റ്, ഇതൊക്കെ ഫോളോ ചെയ്താൽ ആനിമൽസിൻ്റെയും ഫോട്ടോസും അതുപോലെ റീൽസും ഒക്കെ കാണാൻ പറ്റുമേ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.